ഹലോ വിയേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ഹെൽത്തിയായ ഒരു ചട്നിയാണ് കേട്ടോ. പീനട്ട്സ് ചട്നി ഉണ്ടാക്കാനായി ഒരു പിടി പീനട്ട്സ് എടുക്കുക, അപ്രോക്സിമേറ്റ്ലി ഒരു 50 ഗ്രാംസ്. ഒരു പാനിൽ 2 സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. നല്ലെണ്ണ ഒഴിച്ചാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. അതിലേക്ക് ഒരു 20 ചെറിയ ഉള്ളി കൂടി ഇടുക. ഉള്ളിയും കടലയും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് അധികം മൂക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ബൈ ദ ടൈം നിങ്ങളൊരു കാര്യം ചെയ്യൂ, എല്ലാവരും പോയി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ഉള്ളിയും കടലയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 6 ചുവന്ന മുളക് ഇടുക കേട്ടോ. എരിവൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതേപോലെ കറിവേപ്പില അതും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 2 തക്കാളി, ഞാൻ ചെറുതായതുകൊണ്ടാണ് 2 ഇട്ടിരിക്കുന്നത്. നിങ്ങൾ വലിയ തക്കാളി ആണെങ്കിൽ 1 ഇട്ടാൽ മതി കേട്ടോ. അതിലേക്ക് ഒരു പിടി മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ഞാൻ ഇടുന്നത് ഇവിടെ ആഫ്രിക്കൻ മല്ലിയാണ്. അതിൻ്റെ ഈ സൈഡൊക്കെ കണ്ടോ, കുറച്ചൊരു മുള്ളു പോലെയുണ്ട്. നമുക്ക് കയ്യിലൊക്കെ തട്ടിയാൽ ചെറിയൊരു ഉറുമ്പ് കടിച്ച വേദനയൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷേ വയറ്റി കഴിയുമ്പോൾ അത് നല്ലതാണ് കേട്ടോ. ഇപ്പോൾ നോർമൽ മല്ലിയില ഇട്ടാലും മതി, നോ പ്രോബ്ലം. നമുക്കിവിടെ ഉള്ളതുകൊണ്ട് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു പിടി ചിരകിയ നാളികേരം കൂടി ഇട്ട് കൊടുക്കുക, തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു ഉരുള പുളി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ മതി. ക്വാണ്ടിറ്റി കൂട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി നന്നായി വഴറ്റുക കേട്ടോ. എന്നിട്ട് അതൊന്ന് തണുപ്പിക്കാൻ വയ്ക്കുക. അപ്പോൾ അതിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം ഒന്ന് വഴന്ന് വരുമ്പോൾ ലാസ്റ്റാണ് നമ്മുടെ ഹൈലൈറ്റ്. അതിലേക്ക് ഒരു സ്പൂൺ എള്ളിട്ട് കൊടുക്കുക കേട്ടോ. എള്ള് ഓപ്ഷനിലാണ്, ഇഷ്ടമില്ലെങ്കിൽ ഇടണ്ട. ഓക്കെ, ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് അതിനെ തണുത്ത ശേഷം ഒരു മിക്സി ജാറിലിട്ടിട്ട് നന്നായി പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മുടെ അടിപൊളി നിലക്കടല ചട്നി തയ്യാറാണ്. ഇത് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും മസ്റ്റ് ട്രൈ ഐറ്റമാണ്. നന്നായി എല്ലാവർക്കും ഇഷ്ടമാവും. ഓക്കെ, ഈ ചട്നി നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ, റാഗി ഇഡ്ഡലിയുടെ കൂടെ, പിന്നെ നമ്മുടെ നോർമൽ ഇഡ്ഡലിയുടെ കൂടെ, ദോശയുടെ കൂടെ, ഊറ്റപ്പത്തിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ ഇത് ചേരും. അടിപൊളിയായിട്ട് കഴിക്കുകയും ചെയ്യുക. ഓക്കെ, ഹാപ്പി കുക്കിംഗ്.